എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എല്ലാവർക്കും ഹാപ്പി സൺഡേ ആയിരിക്കുമല്ലേ. എല്ലാവരും ഉറക്കമായി കാണും. എനിക്ക് ഈ സമയത്താണ് ഇപ്പോൾ വീഡിയോ ഇടാൻ പറ്റിയത്, അതുകൊണ്ടാണ് ഈ സമയത്ത് വീഡിയോ ഇടുന്നത്. എല്ലാവരും ഉറങ്ങിക്കാണും, അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസ് ഒന്നും ആരും കാണാത്തത്. എന്നാലും എനിക്കിപ്പോൾ ഈ സമയത്ത് ഇടാൻ പറ്റിയതുകൊണ്ട് ഞാൻ വീഡിയോ ഇടുകയാണ് കൂട്ടുകാരെ. എൻ്റെ യാത്രയുടെ ഒരു വിശേഷങ്ങളാണ് പറയുന്നത്. കൂടൽ വഴി ഇന്നലെ ഒരു യാത്ര പുറപ്പെട്ടു. നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു. അതിൻ്റെ കുറച്ച് കൊച്ചു വിശേഷങ്ങളും എൻ്റെ കൊച്ചു സന്തോഷങ്ങളുമാണ് പങ്കിടുന്നത് കൂട്ടുകാർ. അങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞിട്ടൊരു മാവേലിക്കര വഴി അങ്ങനെയാണ് പോയത്. അവിടെ ഒരിടത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കൂടൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. വഴിയിലുടനീളം നല്ല സുന്ദരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. രണ്ട് സൈഡിൽ നല്ല റബ്ബർ മരങ്ങൾ ഇങ്ങനെ വളർന്നു നിൽക്കുന്നു. അങ്ങ് ചെല്ലുമ്പോൾ ഒരു വടുമൺ അങ്ങാണ്ടാണ് പേര്. ഞാനത്ര കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അങ്ങനെയാണെന്ന് തോന്നുന്നു. വടമണ്ണ അങ്ങോട്ട് പറയുന്ന ഒരു റബ്ബർ പ്ലാന്റേഷൻ 1000 ഏക്കറിൽ ഇങ്ങനെ വളർത്തിയിട്ടിരിക്കുന്നു. അങ്ങ് കുന്നിൻ്റെ മുകളിലായിട്ട് ആയിരക്കണക്കിന് റബ്ബർ മരങ്ങൾ ഇങ്ങനെ ചരിഞ്ഞും എല്ലാ റോഡിൻ്റെ രണ്ട് സൈഡുകളിലുമായിട്ട് അങ്ങ് നിൽക്കുകയാണ്. അവിടെ അധികം ആൾക്കാരൊന്നും ആ റോഡിൻ്റെ സൈഡുകളിലൊന്നും ഇല്ല. ഇങ്ങനെ റബ്ബർ മരങ്ങൾ മാത്രമാണ്. ഒരു അനുഭവമാണ് നമ്മളങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ. ഞാൻ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം അതുവഴി പോയിട്ടുണ്ട്. എന്നാലും ഇന്നലത്തെ യാത്ര എന്തെന്നില്ലാത്ത ഒരു അനുഭവമാണ് തന്നത്. നല്ല സുന്ദരമായിട്ടുള്ള ഈ വയലേലകളും പിന്നെ നല്ല നെൽപ്പാടങ്ങളും പിന്നെ ഇഷ്ടം പോലെ റബ്ബർ മരങ്ങൾ എല്ലാം നിറഞ്ഞ നല്ല ഗംഭീരമായ ഒരു സ്ഥലമാണ് ഈ കൂടൽ എന്ന് പറയുന്നത്. കൂടൽ ഒരു വീട്ടിലാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഞാൻ എന്തായാലും അവിടെ അവരുടെ വീടിൻ്റെ മുൻവശത്തും എല്ലാം ഉള്ള കാഴ്ചകളെല്ലാം ഇങ്ങനെ കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. അതിൽ 1-2 വീഡിയോസ് ഞാൻ ഇട്ടിരുന്നു. പക്ഷേ വ്യൂ ഒക്കെ കുറവായത് കാരണം ഞാൻ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പലരും വീഡിയോസ് ഒന്നും കാണുന്നില്ല. അത് കാരണം എനിക്കിപ്പം വീഡിയോ ഇടുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇത് പറയാതിരിക്കാനും വയ്യ. അങ്ങനെ ആ വീഡിയോ എല്ലാം എടുത്ത് ആ റബ്ബർ പ്ലാന്റേഷനാണ് നമ്മളെ വളരെയധികം ആകർഷിക്കുന്നത്. അത് അങ്ങ് കുന്നിൻ്റെ മുകളിലായിട്ട് ഇടത് സൈഡിലാണ് ഞാൻ കണ്ടത്. ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ ഇടത് സൈഡിലായിട്ട് അങ്ങ് ഉയരത്തിൽ ഇങ്ങനെ ചരിഞ്ഞ് എല്ലാം അങ്ങ് ഏക്കർ കണക്കിനാണ് ഈ റബ്ബർ മരങ്ങൾ ഇങ്ങനെ കിടക്കുന്നത്. നമുക്ക് അവിടെയൊക്കെ ഇറങ്ങി നിന്ന് നല്ല വീഡിയോസൊക്കെ എടുക്കാം. ഭയങ്കര രസമാണ്. നല്ല തണലും തണുപ്പും എല്ലാം ഉണ്ട്. ഇന്നലെ മഴയും മാറി നിന്നു. അത് കാരണം യാത്ര നല്ല സുഖകരമായി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലും കയറി. അവിടെ അടുത്ത് തന്നെയായിരുന്നു. അവിടെ ചെന്നപ്പോഴല്ലേ വിശേഷം. നമ്മൾ ഈ എല്ലാ ലേഡീസും ചില ആളുകളെല്ലാം കുക്കിങ്ങിലൊക്കെ നല്ല എക്സ്പേർട്ടായിരിക്കും. ചിലവർക്ക് മടിയായിരിക്കും, ചിലർക്ക് ഈ തിരക്കുകൾ കാരണം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും ഒരു സന്തോഷം നിറഞ്ഞൊരു കാര്യമായിരുന്നു. ആ കൂട്ടുകാരി എന്ന് പറയുന്നത് ചെന്ന ഉടനെ തന്നെ ചായ ഇടുന്നു. ഒരു അടുപ്പിൽ ചായ, തൊട്ടടുത്ത് തന്നെ അടുത്ത അടുപ്പിൽ നിമിഷ നേരം കൊണ്ട് ഒരു സാധനം അങ്ങ് ഉണ്ടാക്കി തന്നു. സാധനം എന്താണെന്നല്ലേ കൂട്ടുകാരി, അത് ഞാൻ പറയാം. ഒരു അടുപ്പിൽ ചായ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചീനച്ചട്ടി ഉണ്ടല്ലോ, വലിയ വെയിറ്റൊക്കെ ഉള്ള ഒരെണ്ണം, എല്ലാമൊക്കെ ഇട്ട് പൊള്ളിക്കുന്ന സാധനങ്ങളെ എണ്ണയിൽ മൂപ്പിക്കുന്ന അതൊക്കെ ഇട്ട് പൊള്ളിക്കുന്ന ഒരു ഇതെടുത്തങ്ങ് വെച്ചു. എന്നിട്ട് എണ്ണ അതിനകത്തങ്ങ് ഒഴിച്ച് അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നിമിഷ നേരം കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. ഞാൻ ഈ പലഹാരങ്ങളൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. കാരണം എനിക്ക് കുക്കിങ്ങൊന്നും അത്ര ഇഷ്ടമുള്ള സംഭവമല്ല. വീട്ടിൽ തട്ടിക്കൂട്ടി ചോറ് കറിയൊക്കെ ഉണ്ടാക്കുമെന്നല്ലാതെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. അത് നമ്മൾ ബേക്കറിയിൽ നിന്ന് എങ്ങനെ അത്യാവശ്യത്തിന് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കുമെന്നല്ലാതെ ആ പരിപാടി ഇവിടെ ഇല്ല. എനിക്ക് അത് ഉണ്ടാക്കാനൊന്നും
എനിക്കൊന്നും ഇഷ്ടമല്ല, അതാ കാര്യം. എനിക്ക് കുക്കിങ്ങൊന്നും അത്ര താല്പര്യമില്ല. പറമ്പ് ചെത്തക്കവും കൃഷി അതൊക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. അങ്ങനെ നോക്കിയപ്പം കാണാം കടലമാവ് അങ്ങോട്ട് നിമിഷ നേരം കൊണ്ടൊരു കുറച്ച് കടലമാവ് അങ്ങോട്ട് എടുത്തിട്ട് അതിനകത്ത് ചേരുവകളെല്ലാം ചേർത്തു. പെരുംജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേറെ എന്താണ്ട് 1-2 കൂടെ ഇട്ട് ഇതെല്ലാം കൂടെ ഇട്ട് നിമിഷ നേരം കൊണ്ട് കുഴച്ച്, എന്നിട്ട് ആദ്യം തന്നെ എന്തോന്നറിയാമോ, ഇല്ല വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ അതിനകത്തോട്ട് ഇട്ടങ്ങ് പൊള്ളിച്ച് നല്ല മൂത്തങ്ങ് വന്നപ്പം അതിനെ ഒരു പാത്രത്തിലേക്ക് അങ്ങ് കോരി, എന്നിട്ട് ഈ കുഴച്ച് വെച്ച ഈ മാവിനെ ഇടിയപ്പം ഉണ്ടാക്കുന്ന സാധനം ഉണ്ടല്ലോ അതിനകത്തോട്ടങ്ങ് അതിനകത്ത് പലതരത്തിലുള്ള സാധനങ്ങളുണ്ട്, ഓരോ മിച്ചറുണ്ടാക്കുന്നത്, അങ്ങനെ അതിനെ ഒരെണ്ണം എടുത്തങ്ങോട്ട് ഇട്ട് ഉണ്ടാക്കുന്ന സാധനം എന്തെന്നല്ലേ, അതാ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. പക്കാവടയാണ് സംഭവം. ആ സാധനം എടുത്ത് പിന്നെ ഇതിനകത്തോട്ട് സേവനാഴിക്കകത്തോട്ട് ഇട്ട് നിമിഷ നേരം കൊണ്ട് എണ്ണയ്ക്കകത്തോട്ട് ഇങ്ങനെ കറക്കി അങ്ങിട്ട് ഇത് കിടന്ന് കുറേ നേരം തിളച്ചപ്പം കാണാം വന്ന് നമ്മളെ പക്കാവട നല്ല നീളത്തിലുള്ളത്. അതങ്ങോട്ട് എണ്ണയ്ക്കകത്തുനിന്ന് കോരിയെടുക്കുന്ന സാധനം കൊണ്ട് കോരിയെടുത്ത് പരന്ന ഒരു സ്റ്റീൽ ചരുവത്തിലോട്ട് അങ്ങനെ അങ്ങ് ഇട്ട്, എന്നിട്ട് പിന്നെ ഇതിങ്ങനെ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ ഒടിച്ച് നല്ല പക്കാവട നമുക്ക് കഴിക്കാൻ പറ്റുന്ന രൂപത്തിലങ്ങാക്കി അങ്ങ് എടുത്ത് നിമിഷ നേരം കൊണ്ട് ഞാൻ ഇതെല്ലാം കണ്ടങ്ങ് അന്തം വിട്ടുപോയി. കാരണമെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു അടുക്കളയിൽ മടിച്ചാണ്. എനിക്ക് ഈ സാധനങ്ങൾ എനിക്ക് ഏത്തക്കയപ്പോൾ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ അറിയാം. അതുപോലെ തന്നെ നമ്മുടെ വടയുണ്ടല്ലോ, പരിപ്പ് വട, ഉഴുന്നുവട, ഇതൊക്കെയാണ് എനിക്ക് ഉണ്ടാക്കാൻ അറിയാവുന്നത്. പക്ഷേ അതൊന്നും ഉണ്ടാക്കാറില്ല. ഈ പ്രഷറും കൊളസ്ട്രോളിനെയൊക്കെ പേടിച്ച് പലഹാരങ്ങൾ ഒന്നും അങ്ങനെ നമ്മളുണ്ടാക്കാറില്ല. നമ്മളങ്ങനെ കഴിക്കാറും ഇല്ല. വളരെ കഴിയുന്നതും കുറച്ചാണ് എല്ലാം ഉപയോഗം നിർത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ഈ അസുഖങ്ങളെയൊക്കെ പേടിച്ച് പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ടതുകൊണ്ട് നിമിഷ നേരം കൊണ്ട് ചൂടുള്ള പക്കാവട ഇഞ്ഞ് മുന്നിൽ വന്ന് ചായയും ഇട്ട് കുറച്ച് നേരം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ്. വലിയ ഒരു വീടാണ്, വീടിൻ്റെ മുമ്പിൽ ഭയങ്കര മുല്ലയും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ആ മുല്ലയെല്ലാം അങ്ങ് വെട്ടിക്കളഞ്ഞു. അവിടുന്ന് ഞാൻ നേരത്തെയൊക്കെ പൂവൊക്കെ ഇഷ്ടം പോലെ പിച്ചി കെട്ടി തലയിൽ വയ്ക്കുമായിരുന്നു. ഇപ്പോൾ ഈ മൊട്ട തലയിലൊന്നും വെക്കേണ്ട കാര്യമില്ല. എന്നാലും കണ്ടപ്പോൾ ഞാൻ പഴയതും എല്ലാം ആലോചിച്ച് കുറേ പൂക്കളും എല്ലാം വല്ല ആണ്ടിലൊരിക്കലായിരിക്കും അതുവഴിയൊക്കെ നമ്മൾ യാത്ര പോകുന്നത്. അപ്പോഴും അതുവഴി വരുമ്പോൾ പിന്നെ ഈ പൂവൊക്കെ പിച്ച് തലയിൽ വയ്ക്കുമായിരുന്നു. പിന്നെ അല്ലാതെ ഒരുപാട് ചെടികളെല്ലാം ഉണ്ട്. ഒരു ചെടിയൊക്കെ ഒടിച്ചുകൊണ്ട് പോയിരുന്നു, നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ ചെടികളുണ്ട്. വലിയ ഒരു കോമ്പൗണ്ടാണ്, റോഡ് സൈഡാണ്. അങ്ങനെ ഭയങ്കര ഒരു സംഭവമായിരുന്നു. പക്കാവട എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ അങ്ങനെ പഠിച്ചു കൂട്ടുകാരെ എന്നും വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പയ്യൻ്റെ കാര്യമാണ്. അർജുനെന്ന് പറയുന്ന പയ്യനെ ഇതുവരെയും കണ്ടു കിട്ടിയില്ല. നമുക്കിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാനേ പറ്റുന്നുള്ളൂ. കാരണം ഈ മഴയും ഇതെല്ലാം കൊണ്ട് ഈ ജീവനുള്ള മനുഷ്യരെ ഇറങ്ങി ഇതെങ്ങനെ കണ്ടെത്തുമെന്നുള്ളതാണ്. ഇത്രയും മോഡേൺ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടെങ്കിലും ഈ പ്രകൃതിയുടെ വികൃതി കാരണം നമുക്കൊന്നിനും ഇറങ്ങി തിരിക്കാൻ പറ്റാത്തൊരു സമയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ. മഴ വീണ്ടും കനത്ത് തുടങ്ങി, വീണ്ടും നല്ലതുപോലെ പെയ്യുന്നുണ്ട്. ആ പെയ്ത്ത് കേൾക്കുമ്പോൾ നെഞ്ചിനകത്തൊരു പിടപിടപ്പാണ്. കാരണം തുള്ളിക്കൊരു കുടം വീതമാണ് ഇങ്ങനെ വന്ന് വീഴുന്നത്. കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാരും കിടന്ന് ഉറങ്ങുമ്പോൾ ഞാനിവിടെ ഇരുന്ന് വീഡിയോ ഇടുന്നത് കൊണ്ടാണ് എനിക്ക് വ്യൂസും ഒന്നുമില്ലാത്തത്. വ്യൂ ഇല്ലെങ്കിലും ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി അങ്ങ് വീഡിയോ ഇടുകയാണ് കൂട്ടുകാരെ. എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം. ചുമ്മാ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. അങ്ങനെ നിങ്ങളെല്ലാവരും പക്കാവട ഉണ്ടാക്കുന്ന വിധം മനസ്സിലാക്കിയല്ലോ. അറിയാൻ വയ്യാത്ത കൂട്ടുകാർ ഇന്ന് തന്നെ ഇത് മനസ്സിലാക്കി നാളെ വീട്ടിലുണ്ടാക്കണം. ഒരു ഒറ്റപ്പാടും ഇല്ലാത്തൊരു സംഭവമാണ്. നിമിഷ നേരം കൊണ്ടാണ് മിടുക്കി ലേഡീസെല്ലാം ഇത് ഉണ്ടാക്കിയിടുന്നത് കൂട്ടുകാരെ. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. എല്ലാവരും ഉറക്കമായി. ഞാനും ഇപ്പോൾ കിടന്നുറങ്ങും.
വീഡിയോ ഇട്ട ഉടനെ ഉറങ്ങും. എല്ലാവർക്കും ഒരു ശുഭരാത്രി. ഗുഡ് നൈറ്റ്.